+1 ഫിസിക്സ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനുള്ള ക്വിക്ക് റിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 15 വേവ്സ് ആണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1-2 നിർദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത്, എല്ലാവരും നിങ്ങൾ +1 പഠിച്ച നോട്ട്ബുക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ ക്ലാസ് കാണേണ്ടത്. ഓരോ ടോപ്പിക്കും ഏത് വർഷം എക്സാമിന് ചോദിച്ചു എന്ന് സ്ക്രീനിൽ തെളിയും. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് അത് ആ സമയത്ത് തന്നെ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ ക്ലാസ് ആദ്യമായി +1 പഠിക്കുന്നവർക്കുള്ളതല്ല. ഒരിക്കൽ ബോർഡ് എക്സാം എഴുതി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേവ്സ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കഷനിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിനും ശേഷം ഡിസ്കസ് ചെയ്യുന്നത് എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് വേവ്. നമുക്കൊക്കെ അറിയാം, ദ ഡിസ്റ്റർബൻസസ് ദാറ്റ് ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പ്ലേസ് ടു അതർ വിത്തൗട്ട് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മാറ്റർ ആർ കോൾഡ് വേവ്സ്. വേവ്സ് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വേവ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടുന്ന് നമുക്ക് 1 മാർക്കിന് ഉള്ള 2-3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ബേസ്ഡ് ഓൺ ഡിസ്റ്റർബൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം. അതായത് ഒരു മീഡിയത്തിലൂടെ വേവ് കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ 2 തരം ടൈപ്പ് വേവുകളാണുള്ളത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ഇഫ് ദ വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്, സച്ച് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇതിൻ്റെ പാറ്റേൺ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചതിന് ശേഷം നമ്മൾ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും വൈ ആക്സിസിൽ ടൈമും എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാണ്. ഇങ്ങനെയാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റർബൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വേവ് പഠിക്കാം. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിച്ചു. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്ന് നോക്കാം. ഇഫ് ദ വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ പാരലൽ ടു the direction of propagation of the wave, such waves are called longitudinal waves. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടാണ് ഈ വേവ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. waves on a slinky. waves on a slinky. അപ്പോൾ നമുക്കതിൻ്റെ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് വരച്ചതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, അത് നോട്ട് ചെയ്ത് നോക്കണം. പ്രഷറായിരിക്കും വൈ ആക്സിൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ്, അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ഇവിടെ പ്രഷർ ആണെങ്കിൽ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ബേസ്ഡ് ഓൺ എനർജി ട്രാൻസ്ഫർ. ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് തിരിച്ചത്. ഇവിടെ ബേസ്ഡ് ഓൺ എനർജി ട്രാൻസ്ഫർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനർജി കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഒന്നാമത്തതാണ് പ്രോഗ്രസീവ് വേവ്സ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്സ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനൊക്കെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് എക്സ്ട്രാ പോയിന്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ
എ വേവ് travels from one point of the medium to another point and transfer energy from one point of the medium to another point is called progressive wave. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് എന്ന് വിളിക്കുക. ഒരു പ്രോഗ്രസീവ് വേവിനെ എങ്ങനെയാണ് കണ്ടാൽ മനസ്സിലാവുക എന്ന് നോക്കാം. ഒരു ട്രാവലിംഗ് വേവിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് വേവിനെ നമുക്ക് കണ്ടാൽ ഇങ്ങനെയാണ് മനസ്സിലാവുക. അത് ഈ ഫോമിലായിരിക്കും. y is equal to a sin omega t minus kx plus phi 0 അല്ലെങ്കിൽ y is equal to a sin omega t plus kx plus phi 0. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്താണ് ഈ വേവും ഈ വേവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ഇങ്ങനെയായിരിക്കും. ഈ മൈനസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതാണ്. എന്നാൽ ഇത് അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് വേവ് ആണ്. അതിപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ വേവിനെ എങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാന്ന് പറയുമ്പോൾ y is equal to a sin kx minus omega t plus phi 0 എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിലും കെ എക്സ് മൈനസ് ഒമേഗ ടി ആണെങ്കിലും ഈ രണ്ട് ടേം ഉണ്ടെങ്കിൽ അത് ട്രാവലിംഗ് വേവ് ആയിരിക്കും. ഓക്കെ. മൈനസ് ഉണ്ടെങ്കിൽ അത് പോകുന്നത് എക്സ് ഡയറക്ഷനിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും, പ്ലസ് ആണെങ്കിൽ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുമാണ് പോവുക എന്ന് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ എന്നാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആയിരിക്കും. അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ k is equal to 2 pi lambda. ഇതിനെ നമ്മൾ ആംഗുലാർ വേവ് നമ്പർ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ SI യൂണിറ്റ് മീറ്റർ റേസ് ടു -1 ആണ്. അതിൻ്റെ കാരണം ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്. ഓക്കെ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആണ് എ. കെ എന്നാൽ എന്താണ്? കെ എന്നാൽ ആംഗുലാർ വേവ് നമ്പർ ആണ്. അത് കണ്ടുപിടിക്കുക 2 pi lambda. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ഒമേഗ എന്നാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi t അല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi f അല്ലെങ്കിൽ 2 pi nu. ഇതും നോട്ട് ചെയ്ത് വെച്ചോളൂ. phi 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് വേവിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഒരു ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അടുത്ത സൈഡ് ഹെഡിങ് ആണ് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. അത് v എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വേവ് അല്ലെങ്കിൽ ഒരു വേവിൻ്റെ ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ്. അപ്പോൾ എന്താണ് ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. +1 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ശൃംഗം എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ ട്രഫ് അല്ലെങ്കിൽ ഗർത്തം എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് എത്ര സ്പീഡിലാണോ പോകുന്നത് അല്ലെങ്കിൽ ഇത്ര സമയത്ത് ഇത്ര ഡിസ്റ്റൻസ് ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് പോയി എന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വെലോസിറ്റി ഓഫ് ദ വേവ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ വേവ് അല്ലെങ്കിൽ വേവ് വെലോസിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കാം. അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നന്നായിട്ട് ഓർത്ത് വെക്കുക. v is equal to ന്യൂ ലാംഡ. ന്യൂ എന്നാൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ വേവ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വേവിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ v is equal to ന്യൂ ലാംഡ അല്ലെങ്കിൽ v is equal to f ലാംഡ ഒക്കെ ഉപയോഗിക്കുക. ന്യൂ എന്നാലും എഫ് എന്നാലും ഫ്രീക്വൻസിയാണ്. എന്നാൽ ഒരു വേവിൻ്റെ പ്രോഗ്രസീവ് വേവിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതിൽ ഒന്ന് മാസ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം, പിന്നെയോ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. മാസ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം അതുപോലെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം. ഇത് രണ്ടിനെയാണ്. ഇത് രണ്ടും മാറിയാലാണ് നമുക്ക് എന്ത് മാറ്റാൻ പറ്റുക? സ്പീഡ് ഓഫ് എ വേവ് മാറ്റാൻ പറ്റുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ഒരു എക്സാം പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറും, അതുപോലെ വേവ് ലെങ്ത്തും മാറും. ലാംഡയും മാറും, അതുപോലെ സ്പീഡും അല്ലെങ്കിൽ വെലോസിറ്റി മാറും. എന്നാൽ ഫ്രീക്വൻസി എഫ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് രണ്ടും മാറും. ഒരു എക്സാം പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ.
അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ട്. അതായത് ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡ്. അത് ഒന്ന് കാണാതെ നമുക്ക് പഠിച്ചു വെക്കാം. സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അത് v = c√t/m ആണ്. ഇവിടെ ടി എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ടി എന്ന് വെച്ചാൽ നമ്മൾ വലിച്ചു പിടിച്ച സ്ട്രിങ്ങിൻ്റെ ടെൻഷനാണ്. ഇത് വെച്ചിട്ട് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽസ് ചോദിച്ചിട്ടുണ്ട്. ടി ഈസ് ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്. നമുക്കറിയാം ടെൻഷൻ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. ടെൻഷൻ്റെ SI ഉണ്ട്, ന്യൂട്ടൺ തന്നെയാണ്. എം എന്ന് വെച്ചാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സ്ട്രിങ് ഒരു ലൈനിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഓരോ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതൊരു ഡെൻസിറ്റിയാണ്. ഇതിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ആയിരിക്കും. എന്തുകൊണ്ട്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ m/l എന്നാണ്. അതുകൊണ്ട് SI യൂണിറ്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി കുറേ എക്സാമ്പിളുകൾക്ക് ആവർത്തിച്ച ഒരു പോർഷനാണ് സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എയർ, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. ന്യൂട്ടൺ ആണ് ആദ്യമായിട്ട് ഒരു തിയററ്റിക്കൽ എക്സ്പ്രഷൻ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ന്യൂട്ടൺ അസ്യൂം ചെയ്തത്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു സൗണ്ട് വേവ് ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുന്നത് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ എന്നായിരുന്നു. ഇതൊരു തെറ്റായ അനുമാനമായിരുന്നു, അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ന്യൂട്ടൺ ആണ് ആദ്യമായിട്ട് തിയററ്റിക്കലി സ്പീഡ് ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്. ആ ഇക്വേഷനാണ് ന്യൂട്ടൺസ് ഫോർമുല. ന്യൂട്ടൺസ് ഫോർമുല എഴുതി വെച്ചോളൂ. v = √p/ρ. ഇവിടെ p എന്നാൽ പ്രഷർ ആണ് അറ്റ് STP, പ്രഷർ. അതുപോലെ റോ എന്ന് വെച്ചാൽ എയറിൻ്റെ ഡെൻസിറ്റി അറ്റ് STP ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത് ന്യൂട്ടൺസ് ഫോർമുല എന്നാണ് ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ചോദിച്ചേക്കാം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ന്യൂട്ടന് കിട്ടിയ തിയററ്റിക്കൽ വാല്യൂ 280 m/s ആണ്. ഓക്കെ, എന്നാൽ അത് ചെറിയ എററുണ്ട്. ശരിക്കും എന്താണ്, എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്പീഡ് ഓഫ് സൗണ്ട് കിട്ടിയിട്ട് 331 m/s ആണ്. അപ്പോൾ ഇത് ഏകദേശം 15% എറർ ഉണ്ട്, അല്ലെങ്കിൽ ലെസ് ആണ് 280-ഉം 331-ഉം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ന്യൂട്ടൺസ് ഫോർമുല ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ലേറ്റർ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ പിയറി സൈമൺ ലാപ്ലാസ് ന്യൂട്ടൺസ് ഫോർമുല കറക്റ്റ് ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, നോട്ട് ദ പോയിന്റ്, സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് അണ്ടർ അഡയബാറ്റിക് കണ്ടീഷനിലൂടെയാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ലാപ്ലാസ് ന്യൂട്ടൺ ഫോർമുല കറക്റ്റ് ചെയ്തത്. അദ്ദേഹം അത് കറക്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ന്യൂട്ടൺസ് ഫോർമുല എന്തായിരുന്നു? √p/ρ ആയിരുന്നു. അപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷനിലൂടെ അവസാനം എത്തിച്ചേർന്നപ്പോൾ ഉള്ളത് ഒരു ഗാമ എന്ന ഒരു കോൺസ്റ്റന്റ് ഇവിടെ വന്നു. ആരാണ് ഗാമ? ഗാമ എന്നാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് ഗ്യാസ്. അതായത് ഗാമ ഈസ് ഈക്വൽ ടു CP/CV ആണ്. അങ്ങനെ ലാപ്ലാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന് കിട്ടിയത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 331.3 ആണ്. ഓൾമോസ്റ്റ് എക്സാക്റ്റ് വാല്യൂ ഓഫ് എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ് ലാപ്ലാസിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ്റെ പേര് എഴുതി വെച്ചോളൂ. ഇതാണ് ന്യൂട്ടൺ ലാപ്ലാസ് ഇക്വേഷൻ. അടുത്തത് ആർക്കും 2 മാർക്ക് മേടിക്കാവുന്ന സൈഡ് ഹെഡിങ് ആണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് വേവ്സ് പറയുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇത് പേപ്പർ എടുത്ത് എഴുതി പഠിക്കണേ. When a number of waves travel through a medium simultaneously, the resultant displacement of any particle of the medium at any given time is equal to algebraic sum of the displacement due to individual waves. എന്ന് വെച്ചാൽ ഒരു മീഡിയത്തിലൂടെ ഒരേ സമയം ഒരുപാട് വേവുകൾ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിലുള്ള പാർട്ടിക്കിൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നറിയാമോ? ഓരോ പാർട്ടിക്കിളും ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആൾജിബ്രിക് സം ആയിരിക്കും. എന്ന് വെച്ചാൽ y1 എന്ന ഒരു വേവ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് y1 ആണ്. അതുപോലെ y2 എന്ന വേവ് വരുന്നു, y3, ഇങ്ങനെ ഒരുപാട് yn വേവുകൾ ഇങ്ങനെ ഒരേ സമയത്ത് ഒരു മീഡിയത്തിൻ്റെ ഒരു പാർട്ടിക്കിളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ
റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് y എന്തായിരിക്കും? y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര പ്ലസ് yn ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഇത് ഓൾജിബ്രിക് സം അല്ലെങ്കിൽ വെക്റ്റർ സം ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ ഇക്വേഷനും പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനർജി ട്രാൻസ്ഫർ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ട് ഉള്ള മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പ് ഓഫ് വേവ് ആണ് സ്റ്റാൻഡിങ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ്. ഓക്കെ, പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് ആണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് ഒരു ട്രാവലിംഗ് വേവ് കണ്ടാൽ മനസ്സിലാവുക എന്ന ഇക്വേഷൻ നോക്കിയിട്ട് പഠിക്കണം. സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് വേവുകൾ, വെൻ ടു ഐഡന്റിക്കൽ വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഉള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പോകുമ്പോൾ അത് സൂപ്പർപോസ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വേവ് എങ്ങോട്ടും പോവാത്തതുപോലെയുള്ള ഒരു വേവ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേഷനറി ഓർ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ബോർഡ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സ്ട്രിങ് ഉണ്ട്, അതിൽ നിന്ന് ഒരു വേവ് ഇങ്ങോട്ട് പോകുന്നു, അവിടെ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ് സൂപ്പർപോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ സ്ട്രിങ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെയും ഈ ഒരു സ്ട്രിങ് അനങ്ങാതിരിക്കുന്നു. അപ്പോൾ എ എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ആ പൊസിഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഈ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റിംഗ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എ എ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ആൻറ്റിനോഡ് എന്നാണ്. എന്നാൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ എൻ എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ എന്താണ്? നോഡ് ആണ്. അപ്പോൾ എക്സാമിൻ്റെ അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട്. എന്താണ് നോഡ്, എന്താണ് ആൻറ്റി നോഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റാൻഡിംഗ് വേവ് സം പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം റിമെയിൻ പെർമനൻ്റ്ലി അറ്റ് റെസ്റ്റ്. ദെയർ പൊസിഷൻസ് ആർ കോൾഡ് നോഡ്സ്. കണ്ടില്ലേ, പെർമനൻ്റ്ലി റെസ്റ്റിലിരിക്കുന്ന ഈ പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ്സ്. എന്നാൽ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റാൻഡിംഗ് വേവ് സം പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഓൾവേസ് സഫർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അവരുടെ പൊസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൻറ്റിനോഡ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കണം, ആൻറ്റിനോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സഫർ ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിനോഡ്. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് നോഡ്സ് ഓർ ആൻറ്റിനോഡ്സ് ഈസ് ഈക്വൽ ടു λ/2. പെട്ടെന്ന് അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നോക്കൂ, ഈ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ വിളിക്കുന്നതാണ് ഒരു ലാംഡ എന്ന്, വേവ് ലെങ്ത് അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതിക്ക് നമ്മൾ പറയുന്നതാണ് λ/2. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെയും പകുതി എത്രയുണ്ടാകും? λ/4 ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ആൻറ്റിനോഡിനും ഇടയിൽ എത്ര λ/4 ഉണ്ട്? ഒരു λ/4 പ്ലസ് ഒരു λ/4. λ/4 പ്ലസ് λ/4 എന്ന് വെച്ചാൽ എത്രയാണ്? 2λ/4 അല്ലേ? ഇവിടെ 2λ/4 അല്ലേ? അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ λ/2. അപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ആൻറ്റിനോഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/2 ആയിരിക്കും. അതുപോലെ രണ്ട് നോഡുകൾക്കിടയിൽ നോക്കൂ, രണ്ട് നോഡുകൾക്കിടയിൽ ഉള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? λ/2 ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് മറന്നു പോകരുത്. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് നോഡ്സ് ഓർ ആൻറ്റിനോഡ്സ് ഇസ് ഈക്വൽ ടു λ/2. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിംഗ് വേവ് എന്താണെന്നും അതിൻ്റെ നോഡുകളും ആൻറ്റിനോഡുകളും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാവാം നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഓഫ് എ സ്റ്റാൻഡിംഗ് വേവ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സൂപ്പർ പോസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ഒരു സ്റ്റാൻഡിംഗ് വേവ് കിട്ടുക. അപ്പോൾ നോക്കൂ, ട്രാവലിംഗ് വേവ് പോകുന്നു ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ പോകുന്ന ട്രാവലിംഗ് വേവ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണല്ലോ ഉണ്ടാവുക. ഓക്കെ, ഇതേ സാധനം നിങ്ങൾക്ക് എങ്ങനെയും എഴുതാൻ പറ്റുമെന്ന് അറിയാം. y1 ഈസ് ഈക്വൽ ടു
എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ഇക്വേഷൻ വെച്ചും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നു. ഇവിടെ എ എന്താണ്? എ എന്നാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്. എക്സ് ഡയറക്ഷനിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്. അതേ സമയത്ത് അതേപോലെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഉള്ള അതേ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു വേവ് വരുന്നു. അതിനെങ്ങനെ കണ്ടാൽ മനസ്സിലാവും? കെ എക്സിനും ഒമേഗ ടിക്കും ഇടയിൽ പ്ലസ് ആണെങ്കിൽ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ y1ഉം y2ഉം ആൾജിബ്രിക് സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടും y = y1 + y2. ഓക്കെ, y1ന് പകരം ഞാൻ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി കൊടുത്തു, പ്ലസ് y2ന് പകരം എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി കൊടുത്തു. ഇത് കണ്ടാൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലൊക്കെ തോന്നും, വളരെ സിമ്പിളാണ്. ഇനിയോ y = എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. കാരണം ഞാൻ എ പുറത്തെടുത്തു, കാരണം എ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു എന്നുള്ള ഒരു മാറ്റം മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടിക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. എന്താണ് സംഭവം? സൈൻ എ മൈനസ് ബി എന്നാൽ എന്താണെന്ന് അറിയാമോ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം ആരാണ്? എക്ക് പകരം കെ എക്സ് ആണ്, ബിക്ക് പകരം ഒമേഗ ടി ആണ്. നോക്കൂ, സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി മൈനസ് കോസ് കെ എക്സ് സൈൻ ഒമേഗ ടി. ക്ലിയർ ആയോ? പ്ലസ് നേരത്തെ നമ്മളെ ഇക്വേഷനിൽ ഇവിടെയുള്ള ഈ പ്ലസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൈൻ എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലോ? ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. ഈ മൈനസിന് പകരം എന്ത് ചെയ്യുന്നു? പ്ലസ് ഇടുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാം. ക്ലിയർ ആയോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒന്നുമില്ല, മൈനസ് കോസ് കെ എക്സ് സൈൻ ഒമേഗ ടിയും പ്ലസ് കോസ് കെ എക്സ് സൈൻ ഒമേഗ ടിയും ഓപ്പോസിറ്റ് ആണല്ലേ. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി സൈൻ കെ എക്സ് കോസ് ഒമേഗ ടിയും സൈൻ കെ എക്സ് കോസ് ഒമേഗ ടിയും രണ്ടെണ്ണം. അപ്പോൾ പുറത്തുള്ള എ ഇവിടെയുണ്ട്, 2 സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. ഇനി ഞാൻ ആ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതുപോലെയാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് y = 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. ഈ മൊത്തം ടേമിനെ നമുക്ക് വിളിക്കാം എ. എന്താണ് എ? എ = 2a സൈൻ കെ എക്സ്. നോക്കൂ, എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വേവും എ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വേവും സൂപ്പർപോസ് ചെയ്തപ്പോൾ ഐഡൻറ്റിക്കൽ വേവ് ആയതുകൊണ്ട് ഇരട്ടി ആംപ്ലിറ്റ്യൂഡ് ആയെന്ന് മാത്രമല്ല, അത് സൈൻ വേവ് പോലെ മാറി മാറി കളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ ഈ കോസ് ഒമേഗ ടി പ്ലസ് കെ എക്സോ ഒമേഗ ടി മൈനസ് കെ എക്സോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ട്രാവൽ ചെയ്യാത്ത വേവ് ആണ്. ഇതിൻ്റെ പേരാണ് ഇക്വേഷൻ ഫോർ സ്റ്റാൻഡിങ് വേവ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കണ്ടാൽ പേടിയാകുമെങ്കിലും സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി പഠിക്കുമല്ലോ.